കഴിഞ്ഞൊരു വീഡിയോയിൽ ബോളിഞ്ചർ ബാൻഡ് ഏതെല്ലാം രീതിയിൽ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബോളിഞ്ചർ ബാൻഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി മാജിക്കൽ സ്ട്രാറ്റജീനെ കുറിച്ചാണ് പറയുന്നത്. സോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമുക്ക് നോക്കാം ആ ഒരു മാജിക്കൽ സ്ട്രാറ്റജി എന്താണെന്നുള്ളത്. സോ ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആൻഡ് ആ ഒരു കാര്യം നമുക്ക് ആദ്യം നോക്കാം. സോ നമ്മൾ ടൈം ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻട്രാഡേ ചെയ്യാനായിട്ട് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങൾ ഇൻട്രാഡേ ആണ് ചെയ്യണമെങ്കിൽ ബൈയിങ് സൈഡിലേക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 15 മിനിറ്റ് വേണം യൂസ് ചെയ്യാനായിട്ട്. സെല്ലിംഗ് സൈഡിലേക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 5 മിനിറ്റ് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ പൊസിഷൻ വൈസ് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ചെയ്യാം. സ്റ്റോക്കിൽ ചെയ്യാം, ഫ്യൂച്ചേഴ്സിൽ ചെയ്യാം, ഓപ്ഷൻസിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലെല്ലാം ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങൾക്ക് പൊസിഷനിൽ ഡെലിവറി എടുക്കാം. സോ അതിനു വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഡെയിലി ക്യാൻഡിൽസ് ആണ്. ഓക്കെ, സോ പിന്നീട് ഒരു സെറ്റിങ്സ് നമ്മൾ ഇതിനകത്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബോളിഞ്ചർ ബാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന 2 അത് നമ്മൾ 2ൽ നിന്ന് മാറ്റി 1.5ലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു 1.5 ഇട്ടാൽ മാത്രമാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഈ ഒരു സ്ട്രാറ്റജി സ്റ്റൈൽ പറയുകയാണെങ്കിൽ ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ല, ഇതൊരു റിവേഴ്സൽ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. സോ റിവേഴ്സൽ ട്രേഡ്സ് ആണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ നമുക്കറിയാം, എപ്പോഴും തന്നെ മാർക്കറ്റിൽ ഒരു ഓവർസോൾഡ് ഓവർ ബ്രോട്ട് ഏരിയാസ് ഉണ്ടാവും. സോ നമ്മൾ പലപ്പോഴും RSI ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു ഏരിയാസ് കണ്ടുപിടിക്കാറുണ്ട്. ഓവർസോൾഡ് ഏരിയയിലാണോ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്, അതോ ഓവർ ബ്രോട്ട് ഏരിയയിലാണോ ട്രേഡ് ചെയ്യുന്നത്. സോ ബോളിഞ്ചർ ബാൻഡ് ഉപയോഗിച്ചും നമുക്ക് ഈ ഓവർസോൾഡ് ഓവർ ബ്രോട്ട് ഏരിയാസ് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു ട്രേഡ്സ് എല്ലാം എടുക്കുന്നത്. ആ ഓവർസോൾഡ് ഏരിയയിൽ വന്നു കഴിയുമ്പോൾ ഇനി മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് ബൈ സോണിലേക്ക് പോകുന്നു. ഇനി ഒരു ഓവർ ബ്രോട്ടിൽ ഏരിയയിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി ഒരു റിവേഴ്സ് എടുത്ത് മാർക്കറ്റ് ഒരു സെല്ലിംഗ് സോണിലേക്ക് പോകുമെന്നാണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ. സോ അങ്ങനെ ഒരു ഓവർസോൾഡ് ഓവർ ബോട്ട് ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും തന്നെ വളരെ ചെറുതായിരിക്കും. അതുതന്നെയാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൻ്റെ സെറ്റപ്പും ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. സോ സെറ്റപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു അലേർട്ട് ക്യാൻഡിൽ വേണം, അതേപോലെ തന്നെ ഒരു ട്രിഗർ ക്യാൻഡിലും വേണം ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യാനായിട്ട്. അലേർട്ട് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബോളിഞ്ചർ ബാൻഡുമായി ടച്ച് ചെയ്യാണ്ട് ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ഫോമോ ആവുകയാണെങ്കിൽ അതിന് നമ്മൾ അലേർട്ട് ക്യാൻഡിൽ എന്ന് പറയും. സോ ആ ക്യാൻഡിലിൻ്റെ ഹൈ, ലോ അല്ലെങ്കിൽ ബോഡി ഇതൊന്നും തന്നെ ഈ ഒരു ബോളിഞ്ചർ ബാൻഡുമായി ടച്ച് ചെയ്യാൻ പാടില്ല. 1.5 സ്റ്റാൻഡേർഡ് ഡീവിയേഷനുള്ള ബോളിഞ്ചർ ബാൻഡുമായി ടച്ച് ചെയ്യാൻ പാടില്ല. അതുപോലെ ട്രിഗർ ക്യാൻഡിൽ, ഒരു അലേർട്ട് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിലായിരിക്കും ട്രിഗർ ക്യാൻഡിൽ. സോ ആ ട്രിഗർ ക്യാൻഡിൽ ഈ അലേർട്ട് ക്യാൻഡിലിൻ്റെ ഹൈ അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ട്രിഗർ ക്യാൻഡിലായിട്ട് പറയും. സോ ഒരിക്കൽ കൂടി പറയാം, നമുക്ക് ഈ ഒരു സെറ്റപ്പ് ചെയ്യാനായിട്ട് നമുക്ക് അലേർട്ട് ക്യാൻഡിൽ വേണം, അതുപോലെ ട്രിഗർ ക്യാൻഡിലും വേണം. അലേർട്ട് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ക്യാൻഡിൽ അതിൻ്റെ ഹൈ, ലോ അല്ലെങ്കിൽ ബോഡി ഈ മൂന്നും ബോളിഞ്ചർ ബാൻഡുമായി ടച്ച് ചെയ്യാണ്ട് ആ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ഫോം ആയാൽ അതിനെ നമ്മൾ അലേർട്ട് ക്യാൻഡിൽ എന്ന് പറയും. ട്രിഗർ ക്യാൻഡിൽ എന്ന് പറയുന്നത് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ആഫ്റ്റർ ദ അലേർട്ട് ക്യാൻഡിൽ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ക്യാൻഡിൽ അതായിരിക്കും ട്രിഗർ ക്യാൻഡിൽ. പക്ഷേ ആ ട്രിഗർ ആവണമെങ്കിൽ ഈ ഒരു അലേർട്ട് ക്യാൻഡിലിൻ്റെ ഹൈ അല്ലെങ്കിൽ ലോ പർട്ടിക്കുലർ ടൈംസിൽ ബ്രേക്ക് ചെയ്യേണ്ടി വരും. ആ ഒരു റൂൾസ് എന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം. സോ നമ്മളിതിൻ്റെ റൂൾസ് നോക്കുകയാണെങ്കിൽ ഫോർ ബൈയിങ് സൈഡിലേക്ക് ഒരു അലേർട്ട് ക്യാൻഡിൽ ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചു, അതുപോലെ ട്രിഗർ ക്യാൻഡിൽ ഉണ്ടാവും എന്ന് പഠിച്ചു. ഓക്കെ, സോ അലേർട്ട് ക്യാൻഡിൽ ഉണ്ടാവേണ്ടത് അപ്പർ ബോളിഞ്ചർ ബാൻഡിൻ്റെ സൈഡിലാണ്. അപ്പർ ബോളിഞ്ചർ ബാൻഡിൻ്റെ പുറത്താണ് അലേർട്ട് ക്യാൻഡിൽ ഉണ്ടാവേണ്ടത്. സോ നെക്സ്റ്റ് ഉണ്ടാവുന്ന ട്രിഗർ ക്യാൻഡിൽ ഈ അലേർട്ട് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇനി ലോ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ വെച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ സെല്ലിംഗ് സൈഡിലേക്ക് ലോവർ ബോളിഞ്ചർ ബാൻഡിൻ്റെ താഴെ അല്ലെങ്കിൽ പുറത്തായിട്ട് ഒരു അലേർട്ട് ക്യാൻഡിൽ ഫോം ചെയ്യണം. ആ അലേർട്ട് ക്യാൻഡിലിൻ്റെ ഹൈ നെക്സ്റ്റ് ഉണ്ടാകുന്ന ട്രിഗർ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യണം. സോ ആ ഒരു ബ്രേക്കിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. സോ SL ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു അലേർട്ട് ക്യാൻഡിലിൻ്റെ ലോ അല്ലെങ്കിൽ ആ ബൈങ്ങിലാണെങ്കിൽ അലേർട്ട് ക്യാൻഡിലിൻ്റെ ഹൈ നിങ്ങൾക്ക് വയ്ക്കാം. ഇനി അല്ല തൊട്ടടുത്ത് 1, 2, 3 ക്യാൻഡിലിൻ്റെ അടുത്ത് ഒരു സ്വിങ് ഉണ്ട്, അവിടെ ഒരു ഹൈ അല്ലെങ്കിൽ ലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹൈ അല്ലെങ്കിൽ ലോ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അത് നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഏതാണെന്ന് വെച്ചാൽ. സോ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസിലേക്ക് പോകും. സോ ഇത് ബൈയിങ്ങിലുള്ള ഒരു എക്സാമ്പിളാണ്.
ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിൽ നിന്ന് താഴേക്ക് വന്നു. ഇവിടെ വെച്ച് ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ അലേർട്ട് ക്യാൻഡിൽ ഫോം ചെയ്തു. എന്നാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. സോ സെക്കൻഡ് ഈ ഒരു ക്യാൻഡിൽ ഇതേപോലെ തന്നെ ബോളിഞ്ചർ ബാൻഡുമായി ടച്ച് ചെയ്യാണ്ട് ഫോം ചെയ്തു. ദെൻ ഇതായിരിക്കും നമ്മുടെ അലേർട്ട് ക്യാൻഡിൽ. ഈ അലേർട്ട് ക്യാൻഡിലിൻ്റെ ഹൈ നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. സോ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇടാം. സോ മിനിമം ഒരു 1:3 എങ്കിലും നിങ്ങൾക്ക് ഇവിടെ റിവാർഡ് കിട്ടിയിട്ടുണ്ടാവും. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബൈയിങ് ചെയ്യുന്നത്. സോ ഒരിക്കൽ കൂടി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെയും ഇതേപോലെ തന്നെ എനിക്കത് മാർക്കറ്റ് ഓപ്പണിംഗ് ആയിരുന്നു തോന്നുന്നു. സോ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. ദെൻ അഗെയിൻ 50 മിനിറ്റ്സിൽ ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. ഇതിൻ്റെ ഹൈ അല്ലെങ്കിൽ ലോ ബോഡി ഒന്നും തന്നെ ഈ ഒരു ബോളിഞ്ചർ ബാൻഡുമായി ടച്ച് ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ഇവിടെ വെച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇടാം. മിനിമം നിങ്ങൾക്ക് 1:2 എങ്കിലും അവിടെ റിവാർഡ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബൈയിങ് ചെയ്യുന്നത്. സെയിം നമ്മൾ സെല്ലിംഗ് സൈഡിലേക്ക് വരാണെങ്കിലും സെല്ലിംഗ് സൈഡിൽ 5 മിനിറ്റ്സ് ആണ് നമ്മൾ ടൈം ഫ്രെയിം. സോ അവിടെയും ഇതേപോലെ തന്നെ ഒരു അലേർട്ട് ക്യാൻഡിൽ ഫോം ചെയ്തു. ആ അലേർട്ട് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഇതിൻ്റെ ഒരു ഏരിയ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇടാം. ദെൻ നല്ലൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഇതേപോലെ തന്നെ നിങ്ങൾക്കൊരു അലേർട്ട് ക്യാൻഡിൽ കിട്ടി. അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. ദെൻ അഗെയിൻ നല്ലൊരു ട്രെൻഡ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. സോ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇതേപോലത്തെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റ് ബോക്സിൽ നമ്മൾ അറിയിക്കുക നിങ്ങൾക്ക് ഇനിയും ഏതെല്ലാം രീതിയിലുള്ള ട്രേഡിംഗ് വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത്. സോ തീർച്ചയായിട്ടും നമ്മൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതുവരെ എല്ലാവർക്കും ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.